ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പലപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ വാദിക്കാനുള്ളൊരു വിഷയമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവരുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ഞങ്ങളെന്തും പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കും എന്ന്, ഞങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൈവമില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള ആശയങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉന്നയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ നിരീക്ഷണം, ഒബ്സർവേഷൻ, പരീക്ഷണം, എക്സ്പെരിമെൻറ്റേഷൻ, യുക്തി, റീസണിങ് എന്നിവയിലൂടെ പഠിക്കുകയും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ യുക്തിയോടുകൂടി, കൃത്യമായ പരീക്ഷണങ്ങളോടുകൂടി, ക്രമബന്ധിതമായ ഒബ്സർവേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ യുക്തിചിന്തയുടെ ആളുകളാണ്, അപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥ ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം നോക്കിയാൽ മതി. എന്താണ്? ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയാണ്, എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ കാറ്റിനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കൈകൊണ്ട് സ്പർശിക്കാനൊക്കെ കഴിയുന്ന വസ്തുക്കളെയാണ് എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻറ്റേഷനിലൂടെ, റീസണിങ്ങിലൂടെ, ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നതാണ് സയൻസ് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത്, ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഏത് മതമാകട്ടെ ആ മതങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകമായതുകൊണ്ട് തന്നെ ദൈവമാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയം, ദൈവം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ രൂപങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ പറയുന്നത്, അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചോളം ദൈവം എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഇസ്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് അതീതമാണ്, പ്രപഞ്ചത്തിന് പുറത്താണ് ദൈവം. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ പഠിപ്പിക്കേണ്ടത് എവിടെയാണ് അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹുല്ലദീ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ എന്ത് ചെയ്യുന്നു, ഉപവിഷ്ടനായിരിക്കും എന്നുള്ളതാണ്. ആ അർശിൽ ഉപവിഷ്ടനമായ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന് പുറത്താണെന്ന് കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ തെളിവുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭൗതികമായ രൂപത്തിൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളത് കോമൺ സെൻസോട് കൂടി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ഇനി ദൈവം പ്രപഞ്ചത്തിന് പുറത്താണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, എന്താ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത്? അത് മതം പഠിപ്പിക്കുന്നതാണ്, മതമാണത് പറയേണ്ടത്. ആ ദൈവം പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ആ ദൈവം പറയുന്നു, ദൈവം എന്താണ്, പ്രപഞ്ചത്തിന് പുറത്താണെന്ന് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണ് ദൈവം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം. അവൻ സമദാണ്, അല്ലാഹു അഹദാണ്, അവൻ ഏകനാണ്, അവൻ സമദാണ്,
ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടവനുമല്ല. അപ്പോൾ ഭൂമി ലോകത്താണ് ഈ ജനനവും മരണവും അതുപോലെ തന്നെ ജനിക്കപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തുള്ള ഈ ഭൂമി ലോകത്തെ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ നിയമാവലികൾക്കും അപ്പുറത്താണ് ദൈവം. ആ ഭൂമി ലോകത്തപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. ഭൂമിയിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു മെറ്റീരിയൽ അല്ലല്ലോ, മനുഷ്യനെപ്പോലൊരു മെറ്റീരിയൽ അല്ല അല്ലേ. നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ദൈവം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ദൈവം. നമ്മുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കൊരു കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറത്താണ് ദൈവം. ആ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തെക്കുറിച്ചും ദൈവം തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. ആ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെക്കുറിച്ച് ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ, അതുപോലെ തന്നെ റീസണിങ്ങിലൂടെ, യുക്തിപരമായ ചിന്തകളിലൂടെ പഠിക്കുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിനപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള പല നിയമങ്ങളും പല കാര്യങ്ങളും ദൈവത്തിന് ബാധകമല്ല. കാരണം അത് പ്രപഞ്ചത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നവൻ്റെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.